Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the different parts of milling machine in the subject Machine Tool and Digital Manufacturing in S5 Mechanical Engineering. So, we last class milling machine different types of milling machine and the can and all that we So, this is the principal parts of milling machine parts and the can and all that study in the video. So, first one base. We have machines base and part So, base is machine ground like rigid support machine vibrations absorb ഒരു പാർട്ടിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ആ ഒരു ബേസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞ മെഷീനിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് മൗണ്ട് ചെയ്ത് വയ്ക്കുന്നത്. സോ ഇവിടെ ഈ പറഞ്ഞ ബേസിന് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഇത് ഒരു നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഇവിടെ നമ്മൾ മില്ലിംഗ് ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ ഒരു സമ്പ് എന്നുള്ള രീതിയിലും കൂടെ ഈ പറഞ്ഞ ബേസിനെ നമ്മൾ അതായത് റിസർവോയർ ടൈപ്പ് ഇതും കൂടെ ഫംഗ്ഷനും കൂടെ ഇവിടെ ബേസിന് വരുന്നുണ്ട്. രണ്ടാമത്തെ പാർട്ട് ഈ ബേസ് എന്ന് പറയുന്ന പാർട്ട് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ട് താഴെ ഗ്രൗണ്ടിലേക്ക് ബോൾട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് വരുന്നത് കോളം. ഓക്കെ, കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറാണ്. ബേസിൽ നിന്നും ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ നീയ് സാഡില് നീയ് ഓവർ ഹാങ് ആം ഇതൊക്കെ വരുന്നത് ഈ കോളത്തിൻ്റെ ഇതിലാണ്. സോ അതിനാണ് സപ്പോർട്ടിങ് ഫ്രെയിമാണ് അത് ബേസിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു ബോക്സ് ടൈപ്പ് സ്ട്രക്ചറാണ് അവിടെ വരുന്നത്. അതിൻ്റെ ഹെവിലി റിബ്ഡ് ഇൻസൈഡ് ആൻഡ് ഡ്രൈവിംഗ് മെക്കാനിസം ഇതിൻ്റെ സ്പിൻഡിൽ ഡ്രൈവിംഗ് മെക്കാനിസംസ് എല്ലാം ഈ വരുന്ന കോളത്തിൻ്റെ അകത്താണ് വരുന്നത്. അടുത്ത പാർട്ട് വരുന്നത് നീ എന്നുള്ളൊരു പാർട്ടാണ്. അത് ഒരു റിജിഡ് കാസ്റ്റിംഗ് ആണ്. റിജിഡ് കാസ്റ്റിങ് ഈ ഒരു ബേസിൽ നിന്നും ഒരു ഇതിലെ യൂസ് ചെയ്ത് ബേസിൽ നിന്നും ആ ഒരു സ്ക്രൂ ടൈപ്പ് മെക്കാനിസം യൂസ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ആ ഒരു നീയാണ് നമുക്ക് ഈ ഒരു ടേബിളിനെ മുകളിലേക്കും താഴേക്കും അതായത് വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് ടേബിളിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ നീൻ്റെ അപ്വേർഡ് മോഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ നീനെ നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ടേബിളിന് മൂവ്മെൻറ്റ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് പീസിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നീ എന്ന് പറയുന്ന ഒരു ഇത് വന്നേക്കുന്നത്. ഇത് നമുക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വരുന്ന പാർട്ട് സാഡിൽ എന്ന് പറയുന്ന പാർട്ടാണ്. സാഡിൽ എന്ന് പറയുന്നത് നീയുടെ മുകളിൽ വരുന്ന ഒരു പോർഷനാണ് സാഡിൽ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ടേബിൾ മൗണ്ട് ചെയ്ത് വരുന്നത്. സാഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് മൂവ്മെൻ്റ് ആണ്. ഈ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാഡിൽ കൊടുത്തേക്കുന്നത്. ഈ സാഡിൽ അടുത്ത വരുന്ന പാർട്ട് ടേബിൾ എന്നുള്ള പാർട്ട്. ഈ ടേബിൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഗൈഡ് ബേസിലാണ് ഈ ടേബിൾ റെസ്റ്റ് ചെയ്യുന്നത്. അത് വർക്കിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ യൂസ് ചെയ്യുന്നത്. ടേബിളിൽ തന്നെ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ടേബിളിൽ വർക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഈ ടേബിളിനെ നമുക്ക് ഇപ്പോൾ 3 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് നീ യൂസ് ചെയ്ത് മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ സാഡിൽ യൂസ് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. അതേപോലെ തന്നെ ഈ ടേബിളിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊടുക്കും. സോ 3 ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഇവിടെ ടേബിളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് വെർട്ടിക്കൽ അതായത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ബൈ റൈസിംഗ് ഓർ ലോവറിംഗ് ദ നീനെ നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്തുകൊണ്ട് ഈ ടേബിളിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ക്രോസ് ഫീഡ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതായത് ഇൻവേർഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മോഷൻ എന്നുള്ളതാണ് വരുന്നത്. അതിനെ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ സാഡിലിൻ്റെ ഇത് മൂവ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ടേബിളിനെ മൂവ് ചെയ്യിക്കാനായിട്ട്. അടുത്തത് ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻറ്റ് അതായത് ബാക്ക്വേർഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റ്. അത് ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിളിനെ മാത്രമായിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അടുത്ത വരുന്ന പാർട്ട് ഓവർ ആം എന്ന് പറഞ്ഞ പാർട്ടാണ്. ഈ ഓവർ ആം എന്ന് പറയുന്ന പാർട്ട് കോളത്തിൻ്റെ ഏറ്റവും മുകൾ വശത്തായിട്ട് വരുന്ന ഒരു പാർട്ടാണ്. അതിലാണ് നമുക്ക് ഈ പറഞ്ഞ ആർബറിനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓവർ ആം അവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഓവർ ആമിൽ തന്നെ നമുക്ക് ഈ ആർബറിൻ്റെ ലെന്ത് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ആർബർ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ആർബർ സപ്പോർട്ട് യൂസ് ചെയ്താണ് ആർബറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആർബർ സപ്പോർട്ട് ഒരു ഹാങ്ങിങ് പോലെ ഓവർ ആമിൽ നിന്നും ഒരു ഹാങ്ങിങ് പോലെ വന്നാണ്
ഈ ആർബറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ഡിഫറെൻറ്റ് ആർബറിന് ഡിഫറെൻറ്റ് ലെങ്ത്സ് ഉണ്ടാകും. സോ അതനുസരിച്ച് ഈ ആർബർ സപ്പോർട്ടിനെ നമുക്ക് ഈ ഓവർ ആമിലെ ആ ലെന്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. കാര്യം ഡിഫറെൻറ്റ് കട്ടേഴ്സിന് വരുന്നത് ഡിഫറെൻറ്റ് ആർബേഴ്സാണ്, അതിന് ഡിഫറെൻറ്റ് ലെന്ത് ആയിരിക്കും വരുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ആർബേഴ്സ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓവർ ആമിൽ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത വരുന്നത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്പെസിഫിക്കേഷനാണ് മില്ലിംഗ് മെഷീൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ബേസ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രാവൽ ടേബിളിനുള്ള ഈ 3 ട്രാവലിന് ഫീഡിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്ന മോട്ടോർ പവറിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. നമ്പർ ഓഫ് സ്പിൻഡിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഏതൊക്കെ ഫീഡ്സ് നമുക്ക് നമ്പർ ഓഫ് ഫീഡ് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഫ്ലോർ സ്പേസ് റിക്വയർഡ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഈ പറഞ്ഞ ഷേപ്പിംഗ് മെഷീനിൽ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന സെയിം വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഒക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ പേരുകൾ മാത്രം ഞാനിവിടെ പറഞ്ഞു പോവുകയാണ്. ഒന്ന് ടീ ബോൾട്ട് ആൻഡ് ക്ലാമ്പ്, ആംഗിൾ പ്ലേറ്റ്, വി ബ്ലോക്ക്, വൈസസ്, പ്ലെയിൻ വൈസ്, സ്യുവൽ വൈസ്, ടൂൾ മേക്കേഴ്സ്, യൂണിവേഴ്സൽ വൈസ്, ഇങ്ങനെയുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മെഷീൻ വൈസ്, സ്യുവൽ വൈസ്, യൂണിവേഴ്സൽ വൈസ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വർക്കിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ട്, ടേബിളിൽ വർക്കിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ടാണ് ഈ പറഞ്ഞ വർക്ക് ഹോൾഡ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ആണ്. ഇതിൽ ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആർബർ എന്നുള്ളതിൻ്റെ ഒരു ഫിഗർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാങ്ക് വരുന്നുണ്ട്. ആ ഷാങ്കിൽ ആണ് നമ്മൾ ഈ പറഞ്ഞ കട്ടറിനെ ഷാങ്കിന് ഒരു കോളേഴ്സ് വരുന്നുണ്ട്. ആ കോളേഴ്സിന് ഒരു സ്ലീവ് വരുന്നുണ്ട്. പിന്നെ ഒരു നട്ട് ടൈപ്പ് മെക്കാനിസം വരുന്നത്, കീ വരുന്നുണ്ട്. സോ ഇതിലാണ് നമ്മൾ ഈ കട്ടറിനെ ഇവിടെ മൗണ്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. സോ ഇതിൽ വൺ എൻഡ് ആർബറിൻ്റെ ഒരു എൻഡിലാണ് ഈ ഒരു ടേപ്പർ വരുന്നത്. അത് നമുക്ക് ഈ മെഷീൻ്റെ സ്പിൻഡിലേക്ക് കയറ്റി വെക്കാനായിട്ടാണ് ഈ ഒരു ടേപ്പർ ഇത് വരുന്നത്. അത് ചില സമയത്ത് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നതിൽ വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷാങ്ക് യൂസ് ചെയ്തിട്ട് ഈ ആർബറിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുന്നത്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളച്ച് എന്ന് പറഞ്ഞതാണ്. കോളച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെഡ്യൂസിങ് സൈസ് ഓഫ് ടേപ്പർ ഹോളിൻ്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് മില്ലിംഗ് മെഷീൻ്റെ നോസിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ കോളച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബോൾട്ടഡ് കട്ടർ എന്നുള്ളതാണ് അടുത്ത വരുന്നത്. ഫേസ് മില്ലിങ് ചെയ്യാൻ നേരത്താണ് അത് യൂസ് ചെയ്യുന്നത്. ലാർജർ ഡയമീറ്റർ ആയിരിക്കും ഷാങ്കിനുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ബോൾട്ടഡ് കട്ടർ യൂസ് ചെയ്യുന്നത്. അടുത്ത സ്ക്രൂഡ് ഓൺ കട്ടർ എന്നുള്ളതാണ്. അത് സ്മോളർ കട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അടുത്ത അഡാപ്റ്റർ എന്ന് പറയുന്നത് അത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മില്ലിംഗ് കട്ടർ ടേപ്പറിൽ മില്ലിംഗ് മെഷീനിലെ സ്പിന്നിൽ മൗണ്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്ത മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്സ് വരുന്നത് ഒന്ന് വെർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്, യൂണിവേഴ്സൽ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്, ഹൈ സ്പീഡ് മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്, സ്ലോട്ടഡ് അറ്റാച്ച്മെൻറ്റ്, റാക്ക് മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്, യൂണിവേഴ്സൽ സ്പൈറൽ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ് എന്നിങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ്സ് ആണ് ഈ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് കട്ടറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ക്ലാസിഫിക്കേഷൻ, കട്ടറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഈ കട്ടർ കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് സോളിഡ് കട്ടർ, ബ്രേസ് ടിപ്ഡ് സോളിഡ് കട്ടർ, ഇൻസേർട്ടഡ് ടീത്ത് കട്ടർ എന്നിങ്ങനെ പറഞ്ഞ് നമുക്കതിനെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഏത് മൗണ്ടിങ് ഏതാണ്, ആർബർ ടൈപ്പാണോ, ഷാങ്ക് ടൈപ്പാണോ, ഫേസിങ് ടൈപ്പാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും കട്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷനെ യൂസ് ചെയ്യുന്ന കട്ടർ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് പ്ലെയിൻ മില്ലിംഗ് കട്ടർ, സൈഡ് മില്ലിംഗ് കട്ടർ, ആംഗിൾ മില്ലിംഗ് കട്ടർ, ഫോം മില്ലിംഗ് കട്ടർ, മെറ്റൽ മില്ലിംഗ് കട്ടർ, എൻ മില്ലിംഗ് കട്ടർ, വുഡ് റഫ് ടൂത്ത് കട്ടർ, ടീ സ്ലോട്ട് കട്ടർ, ഫ്ലൈ കട്ടർ എന്നിങ്ങനെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. ഈ ഓപ്പറേഷൻസ് ആണ് ഈ പറഞ്ഞത്. ഈ ഒരു മില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. സോ ആ ഓപ്പറേഷൻസിന് ഓരോ ഓപ്പറേഷനും ഓരോ സ്പെസിഫൈഡ് കട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് ഈ പറഞ്ഞിരുന്നത്. താങ്ക് യു ഓൾ.